ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ആത്മീയ സമ്പന്നത, ദൈവവിഷയത്തിൽ ആത്മീയ സമ്പന്നത എന്നുമായി ബന്ധപ്പെട്ട് ആ പ്രസംഗ പരമ്പരകളിലാണ് നാം ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സമ്പന്നതയിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷ നേരം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾ ഈ രാവിലെ സമയം തിരുസനിലേക്ക് വരുന്നു. ഞങ്ങളോട് സംസാരിക്കണം, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹം പകരുവാൻ കൃപ ചെയ്യണം. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ കാണുന്ന ഇയ്യോബിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇയ്യോബിനെ കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യോബ് ദൈവഭക്തനായ ഒരു മനുഷ്യൻ, വിശ്വസ്തനായ മനുഷ്യൻ, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവൻ. പിശാച് പോലും യോബിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ പിശാച് യോബിൻ്റെ മുമ്പിലാണ്. വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഉസ് ദേശത്ത് പാർത്ത സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായ ഒരു ദൈവഭക്തനായ മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ യാക്കോബ് പഴയ നിയമത്തിലെ 2 വ്യക്തികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് ഇയ്യോബിനെ കുറിച്ചാണ്, മറ്റൊന്ന് ഏലിയാവിനെ കുറിച്ചാണ്. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇയ്യോബിനെ കുറിച്ചാണ്. ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യനെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വളരെ നിഷ്കളങ്കനായ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ, ദോഷം വിട്ട് അകലുന്നവൻ, ദൈവത്തോടു കൂടെ സഹവാസം ചെയ്യുന്ന മനുഷ്യൻ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നാം ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മെ മാടി വിളിക്കുക, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നമ്മളെ മാടി വിളിക്കുക, ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മെ മാടി വിളിക്കുക. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ ആ ലോകമോഹങ്ങളിലേക്ക് ചെല്ലാതെ അത് പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് കണ്ടറിഞ്ഞ് ജീവിതത്തിൽ ദൈവത്തോട് അടുത്ത് നിൽക്കൊണ്ടൊക്കെ നമുക്ക് സാധിക്കണം. ഇതാണ് ദൈവഭക്തനായ ഇയ്യോബിൽ നാം കാണുന്നതും. ബൈബിൾ ഇത്രയും വ്യക്തമായി സഹിഷ്ണുതയുടെ പര്യായമായിട്ടാണ് ഇയ്യോബിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ദീർഘക്ഷമയുള്ള മനുഷ്യൻ, പ്രതികരണ ശേഷിയില്ലാത്ത മനുഷ്യൻ, ആരെന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ നേരിട്ടാലും അല്പം പോലും അത് കൂസലില്ലാതെ എല്ലാം ക്ഷമയോടെ എല്ലാം സഹിച്ച് ദൈവസനയിൽ ശാന്തനായിരിക്കുന്ന ദൈവഭക്തനായ മനുഷ്യനാണ് ഇയ്യോബ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം, നാം വിശ്വാസം വ്യതിചലിക്കുന്നതിൻ്റെ കാരണം, വരുന്ന പ്രശ്നങ്ങളെ കണ്ട് ഉടനെ നമ്മുടെ ഹൃദയം കലങ്ങുക, അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുക, നമ്മുടെ വിശ്വാസം അങ്ങനെ കളയുക, നമ്മുടെ വിശ്വാസം കളയുക. എന്തൊക്കെ ചെയ്താലും മിണ്ടാതെ ഇരുന്ന് ദൈവഹിതത്തിനായി, ദൈവിക പദ്ധതിക്കായി നമ്മെ ഏൽപ്പിക്കുന്നതാണ് ആത്മീയ പക്വത. നമുക്കറിയാമല്ലോ, കർത്താവിനെ കുറിച്ചറിയാം. നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാ വരികയാണ്. യൂദയെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയല്ല യേശു. യൂദാ ഒരു പുതിയ അപരിചിതനല്ല, യൂദാ ഒരു പരിചയക്കാരനാണ്. 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് യൂദാ. അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ യേശുവിനറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിനറിയാം. യേശു എല്ലാ ശിഷ്യന്മാർക്കും ഭൂതങ്ങളെ പുറത്തിറക്കുവാൻ അധികാരം കൊടുത്തതുപോലെ യൂദായ്ക്കും അധികാരം കൊടുത്തിരുന്നു. ഭൂതങ്ങളെ പുറത്തിറക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മറ്റെല്ലാം അതേ ശിഷ്യന്മാരെയും യേശു അയച്ചതുപോലെ തന്നെയാണ് യൂദായും അയച്ചത്. പക്ഷെങ്കിൽ ഈ യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം അവൻ തന്ത്രങ്ങൾ മെനയും. പുരോഹിതന്മാരെ കാണുന്നു, ശാസ്ത്രിമാരെ കാണുന്നു, പരീശന്മാരെ കാണുന്നു, ജനത്തിലെ മൂപ്പന്മാരെ കാണുന്നു. ഇതെല്ലാം കണ്ടിട്ടും യേശു ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിലേക്ക് ചാടി വീണ് നമ്മുടെ ആത്മീയത കളയുന്ന ഒരു രീതി പലപ്പോഴും നാം കാണുന്നുണ്ട്. ക്ഷമിക്കുവാനോ സഹിക്കുവാനോ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കുവാനോ, ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് വിധേയപ്പെടുവാനോ, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുവാനോ പലപ്പോഴും പലരും തുനിയുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പരാജയമായി മാറുന്നത്.
പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി നാം തന്നെ തയ്യാറെടുക്കുക, നാം തന്നെ അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. പക്ഷെ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് എന്താണ്? പരാജയം, അല്ലെങ്കിൽ ദൈവവിശ്വാസം നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ യോബിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതികൂലങ്ങളും ഉണ്ടായി. യോബിൻ്റെ മക്കൾ ഒന്നിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണ് യോബ്. യോബിനെ കുറിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്: നന്ന അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണ് യോബ്. പക്ഷെ ഇവിടെ ആ യോബിൻ്റെ മക്കൾ മരിച്ചു. അതാണ് യോബ് കാണുന്നത്, മക്കൾ മരിച്ചുപോയി. യോബിന് ഈ സന്ദേശം ഒരു ദാസൻ ഓടി വന്ന് അറിയിക്കുക: അങ്ങയുടെ മക്കൾ മരിച്ചുപോയി. ആ സംഭവം കേട്ടിട്ടും അല്പം പോലും പ്രതികരിക്കാതെ, അല്പം പോലും ദൈവസന്നിധിയിൽ നിരാശപ്പെടാതെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ, ദൈവമാണ് സകലത്തിൻ്റെ ഉടയവൻ, ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാൻ ആരുമല്ല, ദൈവം എനിക്ക് തന്നു, അവരെ ഞാൻ വളർത്തി, പക്ഷേ അവർ മരിച്ചുപോയി. ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ ദൈവം നീതിമാൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ സധൈര്യം മുന്നോട്ട് വന്ന ബൈബിളിൽ കാണുന്ന ഏക വ്യക്തി യോബ് മാത്രമാണ്. അതാണ് യോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മാത്രമല്ല, അടുത്ത ദിവസം മറ്റൊരു സന്ദേശമായിട്ട് വേറൊരു ദൂതനെത്തി. ആ ദൂതൻ യോബിനോട് പറയുകയാണ്: അല്ലയോ യജമാനനെ, നമ്മുടെ മൃഗങ്ങളെ, യോബിന് ഒട്ടകങ്ങളുണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, ഇവയെ ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോയി. ആരാണ് പിടിച്ചത്? എന്തുകൊണ്ടാണ് പിടിച്ചത്? തൻ്റെ ദാസന്മാരെ കൂട്ടി ആ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ യോബ് പോയില്ല. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ, തന്നെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, തൻ്റെ വിശ്വാസത്തെ ഉരയ്ക്കുവാൻ വേണ്ടി ഉരച്ചു നോക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ പദ്ധതികളാണ് എന്ന് ക്ഷമയോടെ കണ്ട് മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട മനുഷ്യനായിരുന്നു യോബ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ അവനോട് എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഞാൻ മിണ്ടാതിരിക്കും തോറും ഇതാ കൂടി വരികയാണ്, ഇനി ഞാൻ വിട്ടു കൊടുക്കുകയാണ്, ഞാൻ 2 എണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന ചിന്തയിൽ പലപ്പോഴും നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഈ രാവിലെ സമയം പ്രിയ ദൈവമക്കളെ, തൻ്റെ മക്കൾ മരിച്ചുപോയി, തൻ്റെ കൃഷി സമ്പത്തുകൾ, മൃഗസമ്പത്തുകൾ ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോയി, ആകാശം തീയിറങ്ങി, തൻ്റെ കൃഷിപ്പുരയിടങ്ങൾ വെന്തുപോയി, മനോഹരമായ ഗോതമ്പ് വയലുകൾ, മനോഹരമായ മുന്തിരി പാടങ്ങൾ, ഇതെല്ലാം തീയിറങ്ങി നശിച്ചുപോയി. അല്പം പോലും പ്രതികരിക്കാതെ, അല്പം പോലും പിറുപിറുക്കാതെ, അല്പം പോലും ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവത്തിൻ്റെ ഹിതത്തിനായി, ദൈവാലോചനയ്ക്കായി വിധേയപ്പെട്ട ഒരു മനുഷ്യനാണ് യോബ്. ആ യോബിനെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ജീവിക്കുന്ന നാം സഹിഷ്ണുതയുള്ളവരായി മാറണം. നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവം വിളിച്ച ആ വിളി പൂർത്തീകരിക്കണമെങ്കിൽ നാം സഹിഷ്ണുതയുള്ളവരായി മാറണം. പത്രോസ് ഇങ്ങനെയാണ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും. ഏത് പ്രത്യാശയെക്കുറിച്ചാണ്? ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് നമ്മളോട് ന്യായമായി ചോദ്യം ചോദിക്കുന്ന ഒരുവനോട് നിങ്ങൾ സകല ഭയഭക്തിയും പൂണ്ട് സൗമ്യതയുടെ ആത്മാവിൽ ഉത്തരം പറയണം. സൗമ്യതയുള്ളവരായി, താഴ്മയുള്ളവരായി, ക്ഷമയുള്ളവരായി നാം മറുപടി പറയണമെന്നാണ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ അന്ത്യകാലത്തെ സംബന്ധിച്ചാണ് കർത്താവ് പറഞ്ഞത്. വളരെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ രാജാക്കന്മാരുടെയും നാടുവാഴികളെയും മുമ്പിൽ വലിച്ചിഴയ്ക്കും. സകല മനുഷ്യരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളെക്കുറിച്ച് എല്ലാ കളവും ചതിവായി പറയും. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിരാശപ്പെട്ടു പോകാതെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്ന് മനസ്സിലാക്കി സന്തോഷിക്കുവാനാണ് പറയുന്നത്. ആ ഭാഗത്ത് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്: മനുഷ്യൻ ക്ഷമ കൊണ്ട് തൻ്റെ പ്രാണനെ നേടും.
നമ്മുടെ ആത്മാക്കളെ, നമ്മുടെ പ്രാണനെ നമുക്ക് നേടുവാൻ കഴിയുന്നത് ക്ഷമ കൊണ്ടാണ്. നാം ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറാകണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ കുടുംബത്തിൽ ക്ഷമിക്കുവാൻ തയ്യാറാകണം. സഭയിൽ ക്ഷമിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ജോലി സ്ഥലത്ത് ക്ഷമിക്കുവാൻ തയ്യാറാകണം. മിണ്ടാതെ ഇരുന്ന് ക്ഷമയെന്ന് പറയുന്നത് ബലഹീനൻ്റെ ഒരു ബലഹീനതയല്ല. പലപ്പോഴും കാണുന്നത്, ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ അവന് മുമ്പിൽ തോറ്റെന്നല്ലേ എൻ്റെ അർത്ഥം. അവൻ എന്നെ വിചാരിക്കും ഞാൻ ഇത്ര കഴിവുകെട്ടവനായി പോയി എന്ന് അവർ ചിന്തിക്കത്തില്ല. ഇതാണ് പലരും ധരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പ്രിയ ദൈവമക്കളെ. ക്ഷമിക്കുക, സഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമാൻ്റെ ലക്ഷണമാണ്, ശക്തനായ മനുഷ്യൻ്റെ ലക്ഷണമാണ്. അതൊരു ദുർബലൻ്റെ ലക്ഷണമല്ല, മറിച്ച് കരുത്തനായ ആത്മീയ പക്വതയിൽ എത്തി നിൽക്കുന്ന ഒരുവൻ്റെ ലക്ഷണമാണ് ക്ഷമയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സഹിച്ചതും ക്ഷമിച്ചതും. പലപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിന് ഹിതകരമല്ലാത്ത വഴിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായിരുന്നു അവർ പച്ചയായ മനുഷ്യരായിരുന്നു. നമുക്കറിയാം, സമൂഹത്തിൽ ഏറ്റവും താഴെ പ്രവർത്തിച്ച ശിഷ്യന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്, ബുദ്ധിമാന്മാരെ ആയിരുന്നില്ല. അവരുടെ ഇടയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവർക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു. കർത്താവ് എത്ര പറഞ്ഞാലും അവരുടെ തലയിൽ അത് കയറത്തില്ല. കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് ഗ്രഹിപ്പാൻ അവർക്ക് ശേഷിയില്ലായിരുന്നു. പക്ഷേ അവരെല്ലാം ക്ഷമയോടെ കർത്താവ് സഹിച്ചു വഹിച്ചു എന്നാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയം നാം മനസ്സിലാക്കണം, നാം ക്ഷമയുള്ളവരായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് നമുക്ക് കാണുന്നത്. യോബിനെ കുറിച്ച് നാം കാണുന്ന മറ്റൊരു കാര്യം എന്താണ് യോബ് പറയുന്നത്? യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ആരോഗ്യവാനായിരുന്ന യോബിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. അദ്ദേഹം രോഗിയായി മാറി. അദ്ദേഹത്തിന് ശരീരത്തിന് സൗഖ്യമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പരിക്കുകൾ അദ്ദേഹത്തെ ബാധിച്ചു. മരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം പഴുത്ത് വ്രണമായി മാറി. ദുസ്സഹ്യമായ നാറ്റം, ശരീരത്തിൽ നിന്ന് പഴുപ്പിൻ്റെ നാറ്റം, പല ദുർഗന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന്, മുറിവിൽ നിന്ന് ഉണ്ടായി. ഭാര്യ മടുത്തു. ഭാര്യ യോബിനോട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഇനിയും നിന്റെ ഭക്തി എന്തിനാണ് നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? യോബിൻ്റെ ഭാര്യ പറയാണ്, എന്തിനാണ്? പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നത് നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ സഭയുടെ നേതാക്കന്മാരല്ല, സഭയിലെ പാസ്റ്റർമാരല്ല, കൂട്ടുവേലക്കാരല്ല. നമ്മുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടേണ്ടത് നാമാണ്. എങ്ങനെയാണ്? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ, നാം ദൈവത്തിൽ ശരണപ്പെടുന്നതിലൂടെ, ദൈവവചനത്തിൽ നാം ബന്ധപ്പെടുന്നതിലൂടെയാണ് ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്. യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ അനുഭവിച്ചു. നാം അനുഭവിച്ചതെല്ലാം നന്മയാണ്. നമുക്കറിയാം, ദൈവം ഒരു മനുഷ്യനെ ഒത്തിരി അനുഗ്രഹിക്കും. ഏതെങ്കിലും ഒരു തിന്മ തരുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് പിറുപിറുക്കും. ഇതാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നു, എന്നിട്ട് ഞങ്ങളെ മരുഭൂമിയിൽ വലച്ചു കളഞ്ഞു. ഞങ്ങളെ മരുഭൂമിയിൽ അവിടുന്ന് കഷ്ടത്തിലാക്കി, പ്രയാസത്തിലാക്കി. പലപ്പോഴും ദൈവമക്കളെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നന്മ അനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല നാം. അതിനുവേണ്ടി മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നന്മ മാത്രമാകരുത്, തിന്മയും വരാം, കഷ്ടതയും വരാം, പ്രയാസവും വരാം, രോഗവും വരാം, ദുഃഖവും വരാം. ഇതൊക്കെ നേരിടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ദുഃഖങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ ദൈവമേ, എന്നെ അതിനെ സഹിക്കുവാൻ, അതിനെ നേരിടുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ തക്കതായ കരുത്ത് എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിധേയപ്പെടുവാൻ നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മുഴു ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി മരിക്കാനാണ് കർത്താവ് വന്നത്. പക്ഷെങ്കിൽ ആ പാപത്തിന് വലിയ കഠോരത, വളരെ ഭയാനകമായ രീതിയിൽ ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് യേശുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. യേശുവിനെ അസ്വസ്ഥപ്പെടുത്തുവാൻ, യേശുവിനെ നിരാശനാക്കുവാൻ, യേശുവിനെ തളർത്തിക്കളയുവാൻ തക്കോണം പിശാച് അതിശക്തമായി അതിൻ്റെ ഭീകരതയെ വർണ്ണിച്ചു കാണിച്ചു. ആ സമയത്തും പിതാവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. എന്നെ അവിടുന്ന് അയച്ചു, ഞാൻ ഇതുവരെ അവിടുത്തെ ഇഷ്ടം ചെയ്തു. ഇനിയും ദൈവമേ, പിതാവേ, അവിടുത്തെ ഇഷ്ടമല്ലാതെ എൻ്റെ ഇഷ്ടം നിറവേറരുതേ എന്ന് പറഞ്ഞ് കർത്താവ് ദൈവസനയിൽ താണിരുന്ന് ദൈവത്തിന് വിധേയപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാവിലെ സമയം
നമ്മുടെ ജീവിതത്തിൽ ശാന്തതയോടെ, സൗമ്യതയോടെ ദൈവത്തിന് വേണ്ടി വിധേയപ്പെടുവാൻ, ദൈവവചനത്തിൽ ശരണപ്പെടുവാൻ, ദൈവഹിതമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തക്കണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ശാന്തമായി പരിശോധിക്കണം. പത്രോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര വേണ്ടത്. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, പക്ഷേ അതെല്ലാം ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. നമ്മുടെ വിശ്വാസത്തെ മാറ്റിവരയ്ക്കുകയാണ്, നമ്മുടെ പ്രത്യാശയെ മാറ്റിവരയ്ക്കുകയാണ്, അതിൻ്റെ മൂല്യമറിയുവാൻ തക്കവണ്ണം അതിനെ മാറ്റിവരയ്ക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ യോബ് ഇങ്ങനെയാണ് പറയുന്നത്: അത്യുന്നതൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, അതേല്ലോ, സ്വർണത്തെ ഉരുക്കി തീയിലൂടെ കടത്തിവിട്ട് ഉരുക്കി അതിലെ കീടങ്ങളെ പുറത്തു കളഞ്ഞ് അതിനെ ഏറ്റവും കൂടിയ ക്യാരറ്റാക്കി മാറ്റുന്ന രീതി നമുക്കറിയാം. 24 ക്യാരറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ മൂല്യത്തെ കൂടുതൽ വെളിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീയിലൂടെ, പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത്. കഷ്ടതയാകുന്ന തീയ്, രോഗമാകുന്ന തീയ്, വേദനയാകുന്ന തീയ്, സാമ്പത്തിക തകർച്ചയാകുന്ന തീയ്, നിരാശയാകുന്ന തീയ്, ഈ തീയിലൂടെ എന്നെ കടത്തിവിട്ടാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. തിളങ്ങുന്നവനായി, മൂല്യം കൂടുന്നവനായി, എന്നിലുള്ള അശുദ്ധിയും എന്നിലുള്ള അതേ ദുർചിന്തകളൊക്കെ മാറി ദൈവത്തിന് വേണ്ടി ഏറ്റവും ഒരു ഉപകരണമായി, ഒരു മൂല്യമുള്ള വസ്തുവായി ഞാൻ പുറത്തു വരും എന്നാണ് യോബ് പറയുന്നത്. അങ്ങനെ കാണുവാൻ തക്കവണ്ണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അതാണ് യോബിന് സാധിച്ചത്. അതുകൊണ്ടാണ് യോബ് ഇതിലൊന്നും, പ്രതികൂലങ്ങളിലൊന്നും പതറിപ്പോകാതിരുന്നത്. നാം യോബിനെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എത്ര പക്വതയുള്ള വാക്ക്, എത്ര അന്തസ്സായ വാക്ക്, എത്ര അഭിമാനത്തോടെയുള്ളൊരു വാക്ക്! അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. മരണം, പ്രതികൂലങ്ങൾ, തളർച്ച, ക്ലേശങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായ നാം യാതൊരു കഷ്ടതയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ഇതിലൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. ആ സമയത്തും നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യോബ് വേറൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു: എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇനി രോഗം വന്ന് എൻ്റെ ത്വക്ക് നശിച്ചു, എൻ്റെ അസ്ഥികൾ ഉണങ്ങി വരണ്ടു, ഞാൻ മാറാരോഗത്തിന് അടിമപ്പെട്ടു, എന്നിരുന്നാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, ഞാൻ തന്നെ കാണും. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഞാൻ എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും, എൻ്റെ ദൈവം എൻ്റെ പേര് വിശാലമാക്കും. അങ്ങനെ ദൈവത്തെ അന്ധമായി വിശ്വസിക്കാൻ നമുക്ക് കഴിയണം പ്രിയ ദൈവമക്കളെ. അതാണ് യോബിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. നാം യോബിനെ പിന്നീട് കാണുന്നത്, യോബിൻ്റെ ജീവിതത്തിൽ ദൈവം യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അത്യധികമായി അനുഗ്രഹിച്ചതായിട്ടാണ് നാം കാണുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോഴും പതറാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന യോബ്, ആ യോബിനോട് ദൈവം സംസാരിക്കുകയാണ്. യോബിനോട് സംസാരിക്കുമ്പോൾ യോബ് ദൈവത്തോട് പറയാണ്: ദൈവമേ, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശം അസാധ്യമല്ല, നിന്റെ ഉദ്ദേശമെല്ലാം സാധ്യമായതാണ് എന്ന് ഞാൻ അറിയുന്നു. നാം ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവം സകലത്തിനും മതിയായവൻ, സകലത്തെ നയിക്കുന്നവൻ, സകലത്തെ യഥാസ്ഥാനത്താക്കുവാൻ മതിയായവൻ. അവൻ്റെ കരം കുറുതായിട്ടില്ല, അവൻ്റെ കാത് മന്ദമായിട്ടില്ല. അവൻ പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം. ദൈവമേ, അങ്ങേക്കെല്ലാം കഴിയും. ഈ രാവിലെ സമയം നമ്മുടെ പ്രാർത്ഥന അതുതന്നെയായിരിക്കട്ടെ. അങ്ങേക്കെല്ലാം കഴിയും. എൻ്റെ ശൂന്യതയെ അതേ നിറയ്ക്കുവാൻ തക്കവണ്ണം, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം, എൻ്റെ തകർച്ചയെ മാറ്റി എന്നെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ അങ്ങേക്ക് കഴിയും.
എൻ്റെ നിരാശയെ മാറ്റി എന്നെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ അങ്ങേക്ക് കഴിയും. എൻ്റെ ഇടുങ്ങിയ ആ ഇരുട്ടിൻ്റെ അവസ്ഥയെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിപ്പാൻ അങ്ങേക്ക് സാധിക്കും എന്ന് നാം ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയണം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച ഇയ്യോബിനെ ദൈവം ഏറ്റവും സമൃദ്ധിയായിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവന് കൊടുത്ത ശുഭകാലം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നതിൻ്റെ ചിത്രമാണ് നമ്മുടെ കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവർക്കൊരുക്കിയിരിക്കുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. തിന്മ കയറി വന്നാലും, പ്രതികൂലങ്ങൾ കയറി വന്നാലും, കയ്പ് കയറി വന്നാലും, ഇരുള് കയറി വന്നാലും അതെല്ലാം പിന്നത്തതിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ശുഭകാലത്തിലേക്ക് നയിക്കുന്നു. ഇയ്യോബിൻ്റെ മുൻകാലത്തേക്കാൾ അധികമായി ഇയ്യോബിൻ്റെ പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയതിനെയെല്ലാം മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഇയ്യോബിനെ ഒരു വലിയ സമ്പന്നനായി ദൈവം അനുഗ്രഹിച്ചു എന്ന് കാണുന്നു. ഇയ്യോബ് ദൈവത്തിന് വേണ്ടി പ്രത്യാശയോടെ ജീവിച്ചു എന്ന് കാണുന്നു. ഇയ്യോബ് ദൈവത്തിന് വേണ്ടി പ്രത്യാശയോടെ നിലകൊണ്ടു എന്ന് കാണുന്നു. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രാവിലെ സമയം ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ബൈബിളിലെ ഏറ്റവും സഹിഷ്ണുതയുടെ പര്യായമാണ് ഇയ്യോബ്. ദൈവഭക്തനായ ഇയ്യോബ്, എല്ലാം തകർന്നു പോയ മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവഭക്തനായിട്ടിരുന്നിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അനേകർ ഇയ്യോബിനെ കുറിച്ച് പലതും പറഞ്ഞു. ഇവനൊരു കപടഭക്തനായിരുന്നു, ഇവൻ ദൈവത്തെ തള്ളിപ്പറയുന്നവനായിരുന്നു, ഇവൻ രഹസ്യത്തിൽ പാപം ചെയ്യുന്നവനായിരുന്നു, ഇവൻ പുറമെ ഭക്തനാണെങ്കിലും ഇവൻ രഹസ്യത്തിൽ ഒരു വഞ്ചകനായിരുന്നു, ദൈവത്തോട് ഭക്തി നടിക്കുന്നവനായിരുന്നു എന്ന് പലരും ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും ഇയ്യോബ് പതറിയില്ല. മിണ്ടാതെ ഇരുന്ന് ദൈവ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഇയ്യോബ് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് കാണുന്നത്. നമ്മെക്കുറിച്ച് ആരും എന്തും പറയട്ടെ, നമ്മെ വിമർശിക്കട്ടെ, നമ്മെ തള്ളിപ്പറയട്ടെ, നമ്മെ പുച്ഛിക്കട്ടെ, നമ്മെ കളിയാക്കട്ടെ, പക്ഷെ അവിടെയൊന്നും താണു വീണു പോകാതെ എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, ആ ദൈവം ശക്തനാണ്, ആ ദൈവത്തിൽ ശരണപ്പെട്ട് ഒരു നല്ല ഭക്തനായി ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരട്ടെ. നാം ദൈവ വിഷയത്തിൽ സമ്പന്നരാകണം. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ആത്മീയ കാര്യങ്ങളിൽ നാം സമ്പന്നരാകണം. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി ചിന്തിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നാം സമ്പന്നരാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിത്യതയെ പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ശാന്തമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളാണ് ഞങ്ങൾ തിരുസനിലേക്ക് അടുത്തു വരുന്നു. ദൈവഭക്തനായ ഇയ്യോബിനെ അവിടുന്ന് അനുഗ്രഹിച്ചു. ഇയ്യോബിനെ ദൈവം അവിടുന്ന് ഉയർത്തിയെന്ന് ഞങ്ങൾ വായിക്കുന്നു. താൻ മിണ്ടാതിരുന്ന ദൈവത്തിനായി, ദൈവിക പദ്ധതിക്കായി ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ അറിയുന്ന കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിലും അങ്ങയെ പിൻപറ്റുവാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബലഹീനതകളെ, കുറവുകളെ, തെറ്റുകളെ ക്ഷമിക്കണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ചാനലിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ സത്യം അനേകരിലേക്ക് എത്തിക്കുക, അനേകരെ യേശുവിന് വേണ്ടി ഒരുക്കുക. അതിന് ഹോപ്പ് ചാനലിൻ്റെ ഈ വലിയ പ്രവർത്തനങ്ങളിലൂടെ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള ചിന്തയോടെ ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.